മറ്റൊരു വാർത്തയിലേക്ക്. ബാർക്കോഴയിൽ കേസെടുക്കുന്നതിൽ ക്രൈംബ്രാഞ്ചിന് ആശയക്കുഴപ്പം. പ്രാഥമിക അന്വേഷണത്തിൽ കോഴ നടത്തിയതിന് തെളിവ് കിട്ടിയിട്ടില്ല. ആരും കോഴ നൽകാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് ഇടുക്കിയിലെ ബാർ ഉടമകൾ മൊഴി നൽകി. എന്നാൽ ശബ്ദരേഖ ചോർത്തിയതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെങ്കിൽ മാത്രം തുടർ നടപടികൾ സ്വീകരിക്കാനാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം. വി വിനോദ് ചേരുന്നു. വിനോദ്, ഈ ശബ്ദം പുറത്തു വന്ന അനിമോൻ തന്നെ പിന്നീട് നിഷേധിച്ചിരുന്നു. ഇത് ബാർക്കോഴയുമായി ബന്ധപ്പെട്ട കാര്യമല്ല, ഇത് ബിൽഡിംഗ് ഫണ്ടുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ നടന്നതാണ്, അത് ചില വൈരാഗ്യത്തിന്റെ പുറത്തുവിട്ടതാണ് എന്നുള്ള ചില കാര്യങ്ങളിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിലും കോഴയുമായി ബന്ധപ്പെട്ട യാതൊരു തെളിവുകളും കിട്ടിയിട്ടില്ല എന്നുള്ളതാണോ? രഞ്ജിത്ത്, ക്രൈംബ്രാഞ്ച് നടത്തുന്നത് പ്രാഥമിക അന്വേഷണമാണ്. കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യുന്ന കാര്യത്തിലും ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. കാരണം ഇതുവരെ കാര്യമായ ഒരു തെളിവ് ലഭിച്ചിട്ടില്ല. കോഴ ചോദിച്ചതിലോ ആ നിലയ്ക്ക് ഒരു പരാമർശം നടത്തിയതിൻ്റെ പേരിലോ പിരിവ് നടന്നതായോ ആർക്കെങ്കിലും കോഴ നൽകാനുള്ള നീക്കങ്ങളോ ഇതൊന്നും തന്നെ കണ്ടെത്തുന്നതിന് സാധിച്ചിട്ടില്ല. മാത്രവുമല്ല, ഈ കേസിൽ ഇപ്പോൾ സാക്ഷിമൊഴികളും ദുർബലമാണ്. ആദ്യം അനിമോൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പാണ് പുറത്തു വന്നത്. അക്കാര്യത്തിൽ അനിമോൻ തന്നെ പിന്നീട് വിശദീകരണം നൽകി. താൻ അന്നത്തെ യോഗത്തിൽ തനിക്ക് ബുദ്ധിമുട്ടുണ്ടായി, മാനസിക പ്രയാസമുണ്ടായി, പ്രസിഡന്റ് അടക്കമുള്ളവരുടെ വാക്കുകൾ തന്നെ വേദനിപ്പിച്ചു, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വോയിസ് ക്ലിപ്പ് ഇട്ടതാണ് എന്നത് പിന്നീട് ഒരു വാട്സപ്പ് സന്ദേശമായി അനിമോൻ വിശദീകരണമായി പുറത്തുവിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അനിമോൻ്റെ മൊഴിയില്ല. മറ്റൊന്ന് അരവിന്ദാക്ഷനാണ്, അനിമോൻ്റെ പാർട്ണറാണ്. ഇടുക്കിയിൽ അനിമോനുമായി ചേർന്ന് ബിസിനസ് നടത്തുന്ന ആളാണ്. അദ്ദേഹവും ഈ ബാർ മുതലാളിയായ അരവിന്ദാക്ഷനും ഇങ്ങനെ പണം നൽകിയത്, അത് കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി പണം നൽകി 1 ലക്ഷം രൂപ നൽകിയ കാര്യം ആ നിലയ്ക്കാണ് ക്രൈംബ്രാഞ്ചിനോട് വിശദീകരിച്ചിട്ടുള്ളത്. മൂന്നാറിലും ഇടുക്കിയിലെ മറ്റ്, അതായത് നെടുങ്കണ്ടം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്നുമാണ് ഇവരിൽ നിന്ന് മൊഴിയെടുത്തത്. മൂന്നാറിലെ ബാർ ഉടമയ്ക്ക് ഈ അസോസിയേഷനുമായി ബന്ധമില്ല എന്ന് കണ്ടെത്തി അവിടെയും മൊഴിയെടുക്കാനുള്ളൊരു നീക്കമാണ് അന്വേഷണ സംഘം നടത്തിയത്. എന്നാൽ അദ്ദേഹത്തിന് ഈ അസോസിയേഷനുമായി ബന്ധമില്ല എന്ന് കണ്ടെത്തുകയായിരുന്നു. ഈ അസോസിയേഷൻ, അതായത് ഇപ്പോൾ ഫെഡറേഷനായി മാറിയിട്ടുണ്ട്. ഈ ഫെഡറേഷൻ്റെ നേതൃത്വത്തിൽ നിന്ന് അക്കൗണ്ട് സംബന്ധിച്ച വിവരങ്ങൾ ക്രൈംബ്രാഞ്ച് ആരാഞ്ഞിട്ടുണ്ട്. ഇവരുടെ സാമ്പത്തിക ഇടപാടുകൾ അത് ഏത് തരത്തിലായിരുന്നു എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ക്രൈംബ്രാഞ്ച് ആ തരത്തിൽ ഒരു നീക്കം നടത്തുന്നത്. അതേസമയം കേസെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ അന്വേഷണ സംഘം നിയമോപദേശം തേടിയേക്കും. രഞ്ജിത്ത്, അതായത് അന്വേഷണം തുടരും. ഈ വിഷയത്തിൽ ഗൂഢാലോചന ഏതൊക്കെ തലത്തിലുണ്ടായി എന്നുള്ളതാണ്. ഈ ബാർ കോഴയ്ക്കുള്ള തെളിവ് തൽക്കാലമില്ല. ഈ സർക്കാരിന് അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിന് കോഴ നൽകാനാണ് ഈ പണം പിരിച്ചത് എന്ന കാര്യത്തിൽ ഒരു ബാർ ഉടമയും മൊഴി നൽകിയിട്ടില്ല. അങ്ങനൊരു പണപ്പിരിവില്ല എന്നാണ്. പക്ഷേ മറ്റു കാര്യങ്ങൾ, ഈ ഓഡിയോ സംഭാഷണം പുറത്തു വന്നത്, ഈ അനിമോനെ പോലെ ആളുകളുടെ ഈ വിഷയത്തിലെ പങ്ക്, ബാർ ഉടമകൾക്കുള്ളിലെ ചേരിതിരിവ്, ഇത്തരം കാര്യങ്ങളിൽ അന്വേഷണം ഉണ്ടാകും എന്നാണോ കരുതേണ്ടത് കൂടുതലായി? പ്രധാനമായും ഈ ഓഡിയോ സന്ദേശം പുറത്തു വന്നത്, അതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്ന കാര്യമാണ് പരിശോധിക്കുന്നത്. മാത്രവുമല്ല, ഫെഡറേഷൻ്റെ നേതൃത്വം തന്നെ ഇത് ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഈ സംഘടനയ്ക്ക് സമാന്തരമായി മറ്റൊരു സംഘടന രൂപീകരിക്കുന്നതിനുള്ള നീക്കം നടന്നിരുന്നു. അതിൻ്റെ ഭാഗമായാണ് ഈ ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നതെന്ന വിശദീകരണമാണ് ഫെഡറേഷൻ നൽകുന്നത്. അപ്പോഴും അനിമോൻ ആദ്യത്തെ ഓഡിയോ സന്ദേശത്തിൻ്റെ കാര്യത്തിൽ നിലപാട് മാറ്റിയെങ്കിലും എന്തുകൊണ്ട് അങ്ങനെ ഒരു ഓഡിയോ സന്ദേശം എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. അക്കാര്യത്തിൽ ക്രൈംബ്രാഞ്ചിന് കേസെടുക്കാൻ കഴിയുമോ എന്നതിലാണ് ആശയക്കുഴപ്പമുള്ളത്. ആ സാഹചര്യത്തിലാണ് നിയമോപദേശം തേടുന്നത്. എങ്കിൽ തന്നെയും സാക്ഷി മൊഴി മാറ്റിയ നിലയുണ്ട്. ഈ കേസിൽ പ്രധാനമായും ഈ സാക്ഷി മൊഴികൾ വേണം. അങ്ങനെയുള്ള ഒരു സാഹചര്യമില്ല. അനിമോൻ മൊഴി മാറ്റുകയും അരവിന്ദാക്ഷൻ അടക്കമുള്ളവർ ഇങ്ങനെ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടിയുള്ള ഫണ്ടാണ് നൽകിയത് എന്ന മൊഴി നൽകുകയും ചെയ്തതോടുകൂടി ഇതിൽ പണം വാങ്ങിയതിനോ പണം കൊടുത്തതിനോ അല്ലെങ്കിൽ ബാർ ഇടപാടുമായുള്ള കോഴ ആണ് പിരിക്കാനുള്ള ശ്രമം നടന്നത് എന്നത് സാധൂകരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യക്ഷത്തിലുള്ള തെളിവുകളില്ല. ഇതുതന്നെയാണ് അന്വേഷണത്തെ സംബന്ധിച്ചൊരു പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകുന്നതും. ആ നിലയ്ക്കാണ് നിയമോപദേശം തേടി തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. UDF-ന്റെ കാലവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അന്ന് വെളിപ്പെടുത്തലുണ്ടായി. മന്ത്രിമാർക്ക്, കെ ബാബുവിനും KM മാണിക്കും അടക്കമുള്ളവർക്ക് പണം കൈമാറി എന്ന തരത്തിലുള്ള ആരോപണമാണ് ഉയർന്നു വന്നത്. പക്ഷേ ഇവിടെ ഈ മന്ത്രിസഭാ അംഗങ്ങളെ സംബന്ധിച്ച് അവർ അങ്ങനെ ഒരു പ്രതിസന്ധിയിലേക്ക് പോയിട്ടില്ല. കാരണം ഏതെങ്കിലും മന്ത്രിക്ക് പണം നൽകി അല്ലെങ്കിൽ ഏതെങ്കിലും വകുപ്പ് മേധാവിമാർക്ക് പണം നൽകി എന്ന ഒരു കാര്യം ഇതുവരെയുമില്ല. മറിച്ച് ഈ ബാറിൻ്റെ പ്രവർത്തന സമയം കൂട്ടുന്നതിനും അതോടൊപ്പം തന്നെ 1-ാം തീയതികളിലെ ഡ്രൈ ഡേ ഒഴിവാക്കുന്നതിനുമായി ഈ തരത്തിൽ പണപ്പിരിവ് നടത്തി പണം നൽകണം, തങ്ങൾക്ക് അതുകൊണ്ട് ഗുണമുണ്ടാകും എന്ന നിലയ്ക്ക് ഒരു ഓഡിയോ സന്ദേശമാണ് പുറത്തു വന്നത്. സർക്കാർ അതിൽ കൈകഴുകുകയാണ്. മാത്രവുമല്ല, അനിമോൻ മൊഴി മാറ്റുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ഇതിൽ കേസെടുക്കാൻ കഴിയുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നത്. രഞ്ജിത്ത്, ശരി, വി വിനോദ് വിവരങ്ങൾ പങ്കുവച്ചു.